എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബിൽഡിങ്ങിൽ മുഴുവനായിട്ടും പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരും നേവിക്കാരും എല്ലാം ഇപ്പോൾ ഉള്ളത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ആ പാസേജിലാണ്. ആമി പറയും ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തി R66 ഡോർ വഴി നമുക്ക് പുറത്തേക്ക് പോകണം. സോറോ ആണെങ്കിൽ ബ്രൗൺ ബിയർഡിനോട് കുറച്ചുകൂടെ സ്പീഡിൽ പോകാനായിട്ട് പറയും. ബ്രൗൺ ബിയർഡ് ഷോക്കാവും, നിങ്ങളെല്ലാം എപ്പോൾ എൻ്റെ മുതുകിൽ കയറി. സോറോ ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയർഡായി, അതുകൊണ്ടാണ് നിന്റെ മുതുകിൽ കയറിയത്. എന്നെ കൊണ്ട് പറ്റില്ല ഇത്ര ആളെയും കയറ്റി നല്ല സ്പീഡിൽ ഓടാൻ, നിങ്ങൾ കുറച്ചു പേരെങ്കിലും താഴെ ഇറങ്ങി ഓടാനായിട്ട് പറയും. അതിന് സാമുറായി പറയും, ഞാൻ ഇത്രയും നേരം ഓടുമായിരുന്നു, എന്നെ കൊണ്ട് ഇനി ഓടാൻ വയ്യ, എനിക്ക് എത്രയും വേഗം എൻ്റെ മകനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കോട്ട് ഊരും. എല്ലാവരും അവരവരുടെ കോട്ടുകൾ ഇപ്പോൾ ഊരാനായിട്ട് തുടങ്ങും. അവർ പോകുന്ന വഴിയിൽ ഭയങ്കര ചൂടാണ്. മറ്റൊരു ഭാഗത്ത് ടഷിക്ക്, അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. കാരണം അവൾക്ക് ബാക്കിയുള്ള G5 സോൾജിയേഴ്സിനെ അവരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനാ സോൾജിയേഴ്സ് പറയും അവര് മാഡത്തിന് വേണ്ടിയാണ് അവരുടെ ജീവൻ ത്യാഗം ചെയ്തത്. നമ്മളിവിടെ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സഹോദരന്മാർ സ്വയം ബലി അർപ്പിച്ചത്. അതൊരിക്കലും വേസ്റ്റ് ആവാൻ പാടില്ല. നമ്മളിപ്പോൾ എത്രയും വേഗം ഇവിടുന്ന് പുറത്ത് കടന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയേ പറ്റൂന്ന് പറയുമ്പോഴായിരിക്കും ആ ഒരു വലിയൊരു ശബ്ദം കേൾക്കുക. എല്ലാവരും മുകളിലേക്ക് നോക്കും. അപ്പൊ അവര് കാണും ആ പച്ച ഡ്രാഗൺ. അതാണെങ്കിൽ ഇപ്പൊ ഫയറൊക്കെ പുറത്തേക്ക് തുപ്പി വമ്പ ഫോഴ്സിൽ പറന്നു വരികയാണ്. അതിന്റെ ഫയറിൽ പെട്ട് ടഷിക്കയുടെ സോൾജിയേഴ്സിന് ഒരുപാട് പേർക്ക് പരുക്ക് പറ്റും. ഡ്രാഗനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡോക്ടർ വേഗോഫ് പങ്കാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു ലാബ് പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഇതിന്റെ ദൗത്യം. പക്ഷെ മുൻപ് അവള് അതിനെ കണ്ടപ്പോൾ വളരെ ചെറുതായിരുന്നു. മാത്രമല്ല അതിന് പറക്കാനൊന്നും കഴിയാതെ, തീയൊന്നും തുപ്പാൻ പറ്റാതെ വളരെ അവശതയാർന്നാണ് അവള് കണ്ടത്. സോൾജിയേഴ്സ് ആണെങ്കിൽ ഗണ്ണൊക്കെ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാണ്. അതങ്ങനെ സ്പീഡിൽ പറന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റീൽ പൈപ്പിൽ അങ്ങനെ ആഞ്ഞെട്ടിക്കും. അതെന്നിട്ടും ആ സ്റ്റീൽ പൈപ്പ് കടിച്ചു പറിച്ചെടുക്കുകയാണ്. ടഷിക്ക് മനസ്സിലാവും ഇനിയും അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനാവില്ല. സോ എത്രയും വേഗം നമുക്ക് ബിൽഡിംഗ് ബിയിലേക്ക് പോകണം. ആ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പോ ടഷിക്ക് നേരെ കുറച്ച് തീയൊക്കെ തുപ്പി അവിടുന്ന് പറന്നു പോവാണ്. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അതെന്തു പറ്റി, എന്തുകൊണ്ടായിരിക്കും അത് നമ്മൾ അറ്റാക്ക് ചെയ്യാതെ പറന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ദൂരത്തായിട്ട് അവര് മറ്റെന്തോ കാണും. ഉടനെ സോൾജിയേഴ്സ് അവർ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, റീഎൻഫോഴ്സ്മെന്റിന് ആളെത്തിക്കഴിഞ്ഞു, തീർച്ചയായിട്ടും അവർ നമ്മളെ സഹായിക്കും. ടഷിക്ക് ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവളത് ആരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ വെർഗോ. ടഷിക്ക് വെർഗോയെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം ടഷിക്ക് അറിയാം വെർഗോ ആരാണെന്ന്. അവനൊരു നേവി ക്യാപ്റ്റനപ്പുറം വില്ലന്മാരുടെ എല്ലാം തലവന്മാരിൽ ഒരാളാണ്. അതറിയാതെയാണ് ആ സോൾജിയേഴ്സ് സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നത്. ഇവിടെ സോൾജിയേഴ്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം വെർഗോയും ടഷിക്കയും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ടഷിക്ക് നിലവിളിക്കും, സോൾജിയേഴ്സ് ഓടിക്കോ. അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത നിമിഷം വെർഗോ അവന്റെ ഒറ്റ വിരൽ വെച്ച് ആ സോൾജിയേഴ്സിനെ ഓരോരുത്തരായിട്ട് അങ്ങനെ വെട്ടി താഴെ ഇടുകയാണ്. വൈസ് അഡ്മിറൽ, നിങ്ങൾ എന്തായി ചെയ്യണേ? എന്തിനാ ഞങ്ങളുടെ ഓരോരുത്തരായിട്ട് നിങ്ങൾ കൊല്ലണേന്ന് ആ സോൾജിയർ ചോദിക്കും. ടഷിക്ക് ആണെങ്കിൽ അവൻ ആദ്യമായിട്ട് നേവിയിൽ വെച്ച് കണ്ട കാര്യമൊക്കെ ഓർക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് ടഷിക്കയും സ്മോക്കറിനെ എല്ലാം തന്നെ അവൻ നേവിയിലേക്ക് വെൽക്കം ചെയ്തത്. പക്ഷെ അവനെപ്പോലെ ഒരുത്തൻ ഇത്രയും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അതുമാത്രമല്ല വെർഗോ അവൻ ഡ്യൂട്ടി ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ജനങ്ങളോട് നേവി സോൾജിയേഴ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വെർഗോ തീർച്ചയായിട്ടും അവരെ പണിഷ് ചെയ്ത് ജനങ്ങളോട് മാപ്പ് ചോദിക്കും. നേവിയിലുള്ള എല്ലാവരും അദ്ദേഹത്തെയാണ് മാതൃകയാക്കിയത്. മാത്രമല്ല ആ ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ കാണാതെ പോയ സമയം ടഷിക്കയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വെർഗോയെ അറിയിച്ചിരുന്നു. പക്ഷെ വെർഗോ അവൻ നൈസായിട്ട് മറ്റൊരു രീതിയിലേക്ക് അത് വളച്ചൊടിച്ചു. കടലിലുണ്ടായ ചെറിയൊരു ആക്സിഡന്റ്, അതിൽ ആ കുഞ്ഞുങ്ങളെല്ലാവരും കൊല്ലപ്പെട്ടു പോയതാണ്. പക്ഷെ അവരുടെ പാരന്റ്സിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെയാണ് ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. സോ നിങ്ങളത് ഓർത്ത് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്ത ടഷിക്ക് അവൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാൻ ആഞ്ഞടുക്കും. അവൾ ക്ലോസ് എത്തേണ്ട താമസം വെർഗോ അവൻ ടഷിക്ക് ഇടിച്ച് താഴെയിടുകയാണ്. ടഷിക്ക് താഴെ വീണത് കണ്ടതും മറ്റുള്ള സോൾജിയേഴ്സിന് കാലി കയറി അവരിപ്പോ വെർഗോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഒറ്റ വിരലില് ആ സോൾജിയേഴ്സിനെ മുഴുവൻ കൊന്ന് താഴെ ഇടുകയാണ്. അതിനുശേഷം ടഷിക്കയുടെ അടുത്തേക്ക് പതിയെ നടന്നു വരും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാഞ്ചി അവൻ എടുത്തു ചാടി അവനെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. സാഞ്ചിയെ കണ്ട് ടഷിക്കയും അവിടെ ഉണ്ടായിരുന്ന ബാക്കി സോൾജിയേഴ്സും അവർ ഷോക്കാവും. ഇവൻ എന്തിനാ നമ്മളെ രക്ഷിക്കണേ, ഇവൻ ആക്ച്വലി നമ്മളുടെ ശത്രു അല്ലേന്നൊക്കെ അവരങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ടഷിക്കയ്ക്കാണെങ്കിൽ
ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പോലും മനസ്സിലാവാതെ അവളങ്ങനെ വണ്ടറടിച്ച് നിൽക്കാണ്. ഉടനെ സാഞ്ചി അവനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ആ വില്ലൻ ബർഗോയെ നോക്കി പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കും, ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതിന് ബർഗോ അവൻ ചാടി എഴുന്നേറ്റ് തലയ്ക്ക് 2 തട്ടുകയാണ്. അവനാണെങ്കിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും സ്പീഡിൽ മുൻപോട്ടേക്ക് പോവാണ്. പാവം നമ്മുടെ ബ്രൗൺ ബിയേർഡ് ആൾക്കാണെങ്കിൽ തീരെ വയ്യ, പക്ഷെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കും. അവരാ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. അതാ ഡ്രാഗനാണ്. പക്ഷെ ഇപ്പൊ അതിന് പറക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അതിനെന്തൊക്കെയോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും. ബ്രൗൺ ബിയേർഡ് പറയും അതിന്റെ സെഡേഷൻ അത് പോയി കഴിഞ്ഞു, അതിപ്പോ നോർമൽ ആയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് പറക്കുന്നത്. അതിന് തീയൊക്കെ തുപ്പാനുള്ള ശക്തിയുണ്ട്. ഈ ഒരു ഐലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെറർ ആയിട്ടുള്ള ഒരു ആനിമലാണത്. ഈ ലാബും ഐലാൻഡും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു ഡ്രാഗൺ. അതിന്റെ പവർ അതെന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ അധികം വൈകാതെ അറിയും. അവനത് പറയേണ്ട താമസം ആ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ ഫയർ തുപ്പാണ്. അത് കണ്ട ബ്രൗൺ ബിയേർഡ് ആണെങ്കിൽ ഇപ്പൊ കൊതിച്ച് മുൻപോട്ടേക്ക് പായും. അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് പിന്നാലെ പോവും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ നല്ല സ്പീഡിൽ ആ സീസറിനെ അന്വേഷിച്ച് പോവാണ്. ലൂഫിയുടെ തൊട്ടടുത്ത് തന്നെ ആ സ്മോക്കറും ഉണ്ട്. സ്മോക്കർ ചോദിക്കും, നീ ഇപ്പൊ എവിടേക്കാ പോണേ? അതിൽ ലൂഫി പറയും, എന്റെ ലക്ഷ്യം പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ആ സീസർ അവനെ കണ്ടുപിടിച്ച് അവനെ തകർക്കുക എന്നതാണ്. അതിന് സ്മോക്കർ പറയും, എന്റെ ലക്ഷ്യം ആ വെർഗോ ആണ്, എനിക്ക് അവനെ കണ്ടെത്തണം. ഒരു കാരണവശാലും എനിക്കൊരു തടസ്സമായിട്ട് നീ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്മോക്കർ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ആ കുഞ്ഞുങ്ങള് അവരാണെങ്കിൽ ഡോറിൽ ഞെട്ടിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ ഡോർ തുറക്ക്, ഞങ്ങൾക്ക് തിരികെ പോകണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അത് ഞങ്ങൾക്ക് തിരുത്തണം. അതിനാ മഞ്ഞ വില്ലന്മാര് പറയും, ഇനിയും നിങ്ങൾ ഇവിടെ നിന്നാ അത് നമ്മുടെ ബോസിന് തീരെ ഇഷ്ടാവില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ക്യാൻഡീസ് വേണ്ടേ? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻഡി, ബിസ്ക്കറ്റ്സ്, മിൽക്ക്, അങ്ങനെ എല്ലാം തന്നെ നിങ്ങളുടെ ബിസ്ക്കറ്റ് റൂമിൽ തയ്യാറാണ്. സോ മര്യാദയ്ക്ക് എന്റെ കൂടെ വായോ. കറക്റ്റ് സമയത്ത് നമ്മുടെ ചോപ്പർ അവിടേക്ക് എത്തുകയാണ്. ചോപ്പറിനാണെങ്കിൽ ആ കുട്ടികളെ തിരികെ കൊണ്ടുവന്ന കാര്യം അതറിയില്ല. ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവാതെ ചോപ്പർ ആ കുഞ്ഞിനെ തന്നെ നോക്കും. പുറകിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ വില്ലന്മാർ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം ചോപ്പർ ആണെങ്കിൽ അവന്റെ ജയന്റ് സൈസിലേക്ക് മാറി ആ വില്ലന്മാരെ തല്ലി തല്ലി കൊല്ലുകയാണ്. ആ പെൺകൊച്ചിനാണെങ്കിൽ നമ്മുടെ ചോപ്പറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നും. അവള് നിർത്താതെ നിലവിളിക്കാൻ തുടങ്ങും. അത് കണ്ട ചോപ്പർ ഉടനെ അവൾക്കൊരു സെഡേറ്റീവ് കൊടുക്കുകയാണ്. കുടിയിടയിൽ ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ നോർമൽ ആവുകയാണ്. ചോപ്പർ ആണെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം ചോദിക്കും, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? എന്റെ ഫ്രണ്ട്സ് എവിടെ? നിങ്ങൾ എങ്ങനെ വീണ്ടും തിരികെ ഇവിടേക്ക് എത്തി? അതിനവളാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ ഇപ്പൊ ചോപ്പറിനോട് പറയുകയാണ്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളത് ആ ബിസ്ക്കറ്റ് റൂമിലേക്കാണ്, അവിടേക്കുള്ള ഷോർട്ട് കട്ട് അത് എനിക്കറിയാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ചോപ്പറിനെയും കൂട്ടി അവിടേക്ക് പോകും. അതേസമയം ഇവിടെ സീസർ അവനാണെങ്കിൽ വെർഗോയും സാഞ്ചിയും തമ്മിലുള്ള ഫൈറ്റ് അതിപ്പോ ലൈവായി സ്നെയിലൂടെ കണ്ട് ആസ്വദിക്കുകയാണ്. സീസർ ആണെങ്കിൽ ഫുൾ കലിപ്പില് അവന്റെ അസിസ്റ്റൻസിനോട് പറയും, ബി ബ്ലോക്കിലേക്ക് വരുന്ന ആ ഒരു പാസേജ് അത് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം എത്രയും പെട്ടെന്ന് അവിടേക്കും ആ സ്മോക്ക് അത് ഫില്ല് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ചോപ്പറും ആ പെൺകുട്ടിയും അവർ രണ്ടുപേരും ഇപ്പൊ ബിസ്ക്കറ്റ് റൂമിന്റെ തൊട്ടടുത്തെത്തും. കുഞ്ഞുങ്ങളാണെങ്കിൽ ബിസ്ക്കറ്റ് റൂമിലേക്ക് എത്തിയില്ല, ആ പാസേജിലാണ്. അത് കണ്ട ചോപ്പർ ഇപ്പൊ കുഞ്ഞു പെണ്ണിനോട് അവർ ഒരു കാരണവശാലും ഈ റൂമിലേക്ക് കടത്തിവിടാൻ പാടില്ല, ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ ഡോർ തള്ളിപ്പിടിക്കും. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയും സ്മോക്കറും അവർ രണ്ടുപേരും ഇപ്പൊ സീസറിന്റെ ലാബിന്റെ തൊട്ട് മുൻപിലെത്തി. ലൂഫി ആണെങ്കിൽ ഓടി ഓടി താർന്ന് ഇപ്പൊ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവിടെ നിൽക്കും. സ്മോക്കർ ആണെങ്കിൽ തീർത്തു പറയും, ആ വെർഗോ അവൻ എന്റെ ഇരയാണ്, ഒരു കാരണവശാലും അവന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ പാടില്ല. അതിന് ലൂഫി, ആ സീസർ അവൻ എന്റെ ഇരയാണ്, അവനെ ഞാൻ നിനക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ ലാബ് തുറന്ന് അകത്തേക്ക് വരും. പക്ഷെ അവിടെയാണെങ്കിൽ ഇപ്പൊ സീസർ മാത്രമേ ഉള്ളൂ. സീസറിനെ കാണേണ്ട താമസം ഇത് എന്റെ ഇരയാണെന്ന് പറഞ്ഞ് നമ്മുടെ ലൂഫി അവൻ ചാടി വീണ് സീസറിന്റെ നെഞ്ചിൽ തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയില് സീസർ കറങ്ങി അടിച്ചു വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.